ഹലോ ഗൈസ്, തങ്കളാൻ വിക്രമിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമ. പാരഞ്ജിത്ത് ഈ സിനിമയുടെ സംവിധായകൻ, അയാളുടെ കരിയറിൽ മികച്ച സിനിമ. ഈ രണ്ട് ലെജൻസ് ഒന്നിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വിഷയം ഈ സിനിമയിൽ നിന്ന് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. ഇത് ഒറ്റ പ്രാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്, ഒരു ആവറേജ് പടമാണ്, ഇതെന്ത് പടമാണ്, ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ടാവില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഈ സിനിമയുടെ എൻ്റെ മനസ്സിലുള്ളൊരു സ്ഥാനം വലുത് തന്നെയാണ്. കാരണം എനിക്ക് നല്ല രീതിക്ക് ഈ സിനിമ വർക്കായി. എനിക്ക് എന്താണ് പറയുക, ഈ സിനിമ ഒരു നല്ലൊരു മികച്ച സിനിമയായിട്ട് തോന്നി. അപ്പോൾ എൻ്റെ കൂടെ വന്നവന് അത്ര വലിയൊരു ആയിട്ട് ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്ക് ഈ സിനിമ നല്ല രീതിക്ക് വർക്കായി. ഈ സിനിമയിൽ പാരഞ്ജിത്ത് എന്നുള്ള സംവിധായകൻ്റെ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മദ്രാസ്, കബാലി, കാല, സർപ്പാട്ടെ പരമ്പര, അതുപോലുള്ള സിനിമകളെല്ലാം അയാളുടെ ഒരു പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമയാണ്. പൊളിറ്റിക്സും ഒരു ജാതി രാഷ്ട്രീയം അങ്ങനത്തെ സംഭവങ്ങൾ ഒരു സിനിമ പറയുമ്പോഴും അതിനൊരു എന്താ പറയുക, എന്തെങ്കിലും മെസ്സേജുകൾ, ഒരു വിഷയം, ആ സിനിമ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊരു കാര്യം പുള്ളിയുടെ സിനിമകളിൽ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ഏത് സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്താലും, ഇപ്പോൾ രജനീകാന്ത് വെച്ച് സിനിമ ചെയ്താലും, വിക്രമിനെ വെച്ച് സിനിമ ചെയ്താലും, പുള്ളി സാധാരണ ഒരു കൊമേഴ്ഷ്യൽ സിനിമകൾ എടുത്തിട്ട് പോകുന്ന ഒരാളേ അല്ല. അത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം ഈ ഒരു കഥയ്ക്ക് വലിയ രീതിക്ക് സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊമേഴ്ഷ്യൽ മറ്റേ കൊലവറി ഫാൻസിനെ തൃപ്തിപ്പെടുത്താവുന്ന രീതിക്കുള്ള ലെയറുകളുള്ള ഒരു കഥ തന്നെയാണ് ഇത്. ഒരു മാസ് ഡയറക്ടറൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് പൂണ്ട് വിളയാടാൻ പറ്റിയൊരു സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ കൂടുതൽ പറയുകയാണെങ്കിൽ വിക്രം എന്നുള്ള നടനെ എനിക്ക് എടുത്തു പറയേണ്ടത്. കാരണം ഇത്തരത്തിലുള്ളൊരു കഥാപാത്രം, തൻ്റെ ഒരു സ്റ്റാർ, ഇത്രയും വലിയൊരു താരപദവിയിലിരിക്കുന്ന ഒരാൾ, അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ത്തോട്ടിറങ്ങി വന്ന് സിനിമ ചെയ്യുക എന്ന് കേട്ടിട്ടുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറയാം, വിജയ്, അജിത്ത്, അവരുടെയൊക്കെ ഒരു സ്റ്റാർഡം ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇതേപോലെയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഇട്ട് അവർ പണ്ട് എങ്ങാണ്ടും ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അജിത്തും വിജയൊക്കെ പണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ അവരുടെ ഒരു ഫാൻസ് ഇത്തരത്തിലുള്ളൊരു കഥാപാത്രം ചെയ്യാനായിട്ട് അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവരുടെയൊക്കെ ഒരു സ്റ്റാർഡ്, ഒരു ഇമേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരത് ബ്രേക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. വിക്രം എന്ന് പറഞ്ഞ ഒരു നടന് അതൊരു ലിമിറ്റേഷനൊന്നുമില്ല, അതൊരു പരിധിയില്ല. കാരണം അദ്ദേഹത്തിനല്ലാതെ വേറെ ആർക്കും ആ ഒരു അവകാശമില്ല ഇത്തരത്തിലുള്ളൊരു സിനിമ ചെയ്യാനായിട്ട്. അപ്പോൾ പുള്ളിക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത്രയും നല്ലൊരു മികച്ച സിനിമയായിട്ടും ഈ സിനിമ അധികം കാണാനായിട്ട് ആളുകൾ വരുന്നില്ല എന്നതാണ്. കാരണത്തെ കാര്യം, ഇതിൻ്റെ കഥ കുറേ പേർക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. ഞാൻ അത്യാവശ്യം കുറച്ച് റിവ്യൂസ് കണ്ടു. ഒരളവക്ക് കൊഞ്ചം കൊള്ളാം എന്ന് പറഞ്ഞ് തമ്മിലിട്ട് ഒരാളുണ്ട്. അപ്പോൾ അയാളാണ് മറ്റേ എന്താ പറയുക, അയാളുടെ റിവ്യൂസ് ഭയങ്കര സെറ്റപ്പാണ്, വാങ്ങാത്തിലാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാനും അയാളുടെ റിവ്യൂസ് കാണുന്ന ഒരാളാണ്. പക്ഷേ അയാളുടെ നല്ല വശമുണ്ട്, ഒരു ചീത്ത വശമുണ്ട്. എന്ന് വെച്ചാൽ നല്ല സിനിമകളിൽ അയാൾ ചിലത് മോശം പറയാറുണ്ട്. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിന്നാണ് പറഞ്ഞത്. എനിക്ക് നല്ലതാണെന്ന് തോന്നിയത് പുള്ളി മോശമായിട്ട് പറയും, എനിക്ക് മോശമായിട്ട് തോന്നിയത് പുള്ളി നല്ലതാണെന്ന് പറയും. അതൊരു സംഭവമുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ എന്താണെന്നുള്ളത് പുള്ളിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ളൊരു ടേസ്റ്റുള്ളൊരു പടം അയാൾക്ക് ആസ്വദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അതുകൊണ്ടായിരിക്കാം. ഞാൻ ആ റിവ്യൂ കണ്ടിട്ടാണ് ഈ സിനിമ പോകുന്നത്. പക്ഷേ ആ റിവ്യൂ പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു റിവ്യൂവിനോട് വലിയ യോജിപ്പില്ല. എന്താണ് ആ ഒരു റിവ്യൂ പറഞ്ഞ ആളെ ഞാൻ പറഞ്ഞു, അശ്വന്ത് കോക്കെന്ന് പറഞ്ഞ പുള്ളി, ഒരളവക്ക് അതേ മോശം പറഞ്ഞിട്ടില്ല പുള്ളി. എന്നാൽ പോലും ഒരളവക്ക് പുള്ളിയുടെ ഇതിനു മുമ്പ് കുറേ ഒന്നുമില്ലാത്ത പടങ്ങൾക്ക് വരെ ഭയങ്കര കോരിത്തെരപ്പ്. എന്ന് വെച്ചാൽ കൊലവറി ഫാൻസിനെ രസിപ്പിക്കുന്ന രീതിയിലുള്ള മാസ് മസാല പടങ്ങൾ കാണുമ്പോൾ അതിനെ കോരിത്തി പറഞ്ഞു. ഇതിനുള്ള ഇതേപോലത്തെ സിനിമകളെയൊക്കെ ആ ഒരു റേഞ്ചിൽ പറയാതിരിക്കുമ്പോൾ ഒരു റിവ്യൂ പറയുന്ന ആൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി പറയേണ്ടതാണ്. അത് ചിലവർക്കത് കത്തില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇതിൽ തന്നെ പറയാറുണ്ട്, എനിക്ക് ചില സംഭവങ്ങൾ മനസ്സിലായില്ല, ചിലപ്പോൾ അതായിരിക്കാം
എന്ന് പറയാം. പക്ഷെ പുള്ളി അങ്ങനെയൊന്നുമല്ല, ഒരളവക്ക് കൊഞ്ചം കൊള്ളാമെന്നും പറഞ്ഞ് ഈ സിനിമ പറഞ്ഞത്. അത് എന്തായാലും ആയിക്കോട്ടെ, അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ്. അത് എനിക്ക് പുള്ളി ഞാൻ ഭയങ്കരമായിട്ട് പുള്ളിയുടെ റിവ്യൂവിനെ എൻജോയ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഡൗട്ടുള്ള കാര്യങ്ങൾ പുള്ളിയുടെ റിവ്യൂ കണ്ടിട്ട് മനസ്സിലാക്കുന്ന ഇതാണ്. പക്ഷെ ഇത് കണ്ടിട്ട് പുള്ളി അങ്ങനെ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത, ഇത്രയും നല്ലൊരു ക്രാഫ്റ്റുള്ള ഒരു സിനിമേനെ പുള്ളിക്ക് ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് വളരെ ഒരു ഇതായി പോയി എന്ന് ഒരു തോന്നലുണ്ട്. ഈ സിനിമ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണ ഖനികൾ, അതിൻ്റെ ഒരു KGF തുടക്കകാലത്തുള്ള ഖനനം എങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ KGF എന്ന് പറഞ്ഞ സിനിമ അതൊരു ഭയങ്കര ഒരു ഫാൻറ്റസി ആയിട്ട് അതൊരു ഒരു ഒരു നായകനെ ബിൽഡപ്പ് ചെയ്യുന്ന രീതിയിൽ സിനിമയായിരുന്നു ആ ഒരു സിനിമ. ഇതാണ് ഒരു യഥാർത്ഥ KGF കഥ എന്ന് എനിക്ക് തോന്നി എന്ന് ഞാൻ പറയും. കാരണം അത് ഒരു ഭയങ്കര ഒരു ഹീറോൻ്റെ ഒരു ബിൽഡപ്പ് കാണിക്കലും അവൻ്റെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്ന ഒരിതാണ്, ഒരു മാസ് മസാല മൂവിയായിരുന്നു ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ. ഒരു ആർട്ട് പടം എന്ന് തന്നെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയം, ആർട്ട് വർക്ക്, അതെടുത്തിരിക്കുന്ന രീതി, അത് കൊടുക്കുന്ന ഒരു സന്ദേശം, എല്ലാം പക്ക പെർഫെക്റ്റ് സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ സിനിമ പലവർക്കും ഇതൊരു ഭയങ്കര ബോറടിക്കാം, എന്താ പറയുക, മിക്കവർക്കും ബോറടിക്കാം. ഇത് തമിഴ് മനസ്സിലാക്കാൻ കുറച്ച് പണിയാണ്. ഇതിൽ ആവറേജ് എന്ന് പറഞ്ഞവർക്ക് ഇതിൻ്റെ തമിഴ് കറക്റ്റായിട്ട് കേൾക്കാത്തവരാണ് 2-3 പ്രാവശ്യം കണ്ട് അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിനിമയുടെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. വേറെ ലെവല് പടമാണ് ഈ ഒരു സിനിമ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സിനിമയെക്കുറിച്ച് കഥയായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിലിം മേക്കർ എന്തിനൊരു സിനിമ മേക്ക് ചെയ്യണം, എന്തിനാണ് ഒരു സിനിമ മേക്ക് ചെയ്യണമെന്നുള്ളത് കണ്ടുപഠിക്കേണ്ട ഒരു സിനിമ ഈ ഒരു സിനിമയാണ്. ഇതിന് മുമ്പൊരു പടം ഞാൻ പറഞ്ഞു, ജിഗർദണ്ഡ എന്ന് പറഞ്ഞാൽ കാർത്തിക് സുബ്ബരായൻ്റെ ഒരു പടം. പുള്ളിയും അതുപോലത്തെ ഒരു പടം ചെയ്യുന്ന ഒരാളാണ്. മറ്റേ മാരി സെൽവരാജ്, പുള്ളിയും അതുപോലത്തെ ഒരു പടം ചെയ്യുന്ന ഒരാളാണ്. വെട്രിമാരൻ അതുപോലത്തെ ഒരു പടം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവരുടെ ഒരു എന്താണ് ഫിലിം മേക്കിംഗ് രീതിയുണ്ട്. കാരണം ഒരെണ്ണം സ്പൂൺ ഫെയ്ഡ് ചെയ്ത് കൊടുക്കില്ല ഒരു സംഭവം, മനസ്സിലാക്ക് ഇതാണ് സംഭവം, ഇതാണ് അത്. പിന്നെ ക്യാപ്റ്റൻ മില്ലർ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല മികച്ച എക്സ്പീരിയൻസ്. പക്ഷെ അതിനൊക്കെയുള്ള ഒരു അംഗീകാരങ്ങൾ അങ്ങനെ ഒന്നും ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല. ക്യാപ്റ്റൻ മില്ലറിൻ്റെ ഒരു രാഷ്ട്രീയവും ആ ഒരു സന്ദേശമൊക്കെ അതൊക്കെ പറയണ ആരും ഞാൻ കേട്ടില്ല. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ലെവലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയാത്ത, ഈ തങ്കളാൻ എന്ന് പറഞ്ഞ സിനിമയിൽ പറയാത്തതായിട്ടൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മികൾ, അടിമകൾ, ബ്രിട്ടീഷുകാർ, അവരുടെ ഭരണം, പിന്നെ അതിന് മുമ്പുള്ള കാലത്തുള്ള ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ, തലമുറകൾ വരുന്നത്, അവർക്ക് ആവശ്യം എന്താണ്, അല്ലെങ്കിൽ മറ്റേ ബ്രിട്ടീഷുകാരുടെ ആവശ്യങ്ങൾ എന്താണ്, ഇതൊക്കെ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്ന രീതി. പിന്നെ മിത്ത്, അവരുടെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, പിന്നെ ജാതി, മതം, ആ ഒരു രാഷ്ട്രീയം, ആ ഒരു സംഭവമൊക്കെ ഉണ്ട്. ബ്രാഹ്മണനായി കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് ഉയർന്ന ഒരു ഇത് കിട്ടും എന്ന് ചിന്തിക്കുന്ന കീഴ്ജാതിക്ക്, ആ ഒരു സംഭവമൊക്കെ കൂടുതലായിട്ട് എടുത്തു പറയുന്നില്ല. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ ഭയങ്കര അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് പാർവതിയുടെ ആക്ടിങ് ഇത്തിരി ഓവറായിട്ട് തോന്നി. പിന്നെ അതിനകത്ത് മറ്റേ വേറൊരു മാളവിക ക്യാരക്ടർ നൈസായിരുന്നു ഒരു ക്യാരക്ടർ. പിന്നെ ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സിനിമ. അതിൻ്റെ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ മ്യൂസിക് ജീവിയുടെ ഓക്കെയാണ്. പക്ഷെ എനിക്ക് പാരജിത്തിനടുത്ത് സന്തോഷ് നാരായണൻ ചെയ്യണതിൻ്റെ ഒരു വൈബ് വേറെയാണ്. ഒരു കെമിസ്ട്രി വർക്കൗട്ടാണെങ്കിൽ സന്തോഷ് നാരായണൻ്റെ മ്യൂസിക് അടിപൊളിയാണ്. പക്ഷെ ജീവിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു തുടങ്ങുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു ഫാൻറ്റസി കഥയായിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. പിന്നീട് റിയാലിറ്റിയിലോട്ട് വന്നു കഴിയുമ്പോൾ ആ കഥയായിട്ട് കണക്ട് ചെയ്യുന്നൊരു സംഭവമുണ്ട്. വിഷയം മാരകം. അത് ആരും എന്താ വെച്ച് കഴിഞ്ഞാൽ സമയം പറഞ്ഞില്ല, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സംഭവം, ഇതായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, അതിൻ്റെ ഒരു കണക്ഷൻ പോയിന്റ്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അങ്ങനെയൊന്നും ഓക്കെ, ഇത് ഫസ്റ്റ് പാർട്ട് പക്കയായിട്ട്
കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. വിക്രത്തിൻ്റെ 100% ഈ സിനിമ കൊടുത്തിട്ടുണ്ട്. പാരഞ്ജിത്തിൻ്റെ 100% സിനിമ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സംഭവം പറയാം, ചില കൊലവെറി ഫാൻസിന് ഈ സിനിമ നമ്മൾ ഇഷ്ടപ്പെടില്ല. ഇതൊക്കെ അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് കാലങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സിനിമയുടെയൊക്കെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവും. ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സിനിമയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇറങ്ങണ ഒരു മാസ് പടങ്ങളുടെയൊക്കെ ഒരു നിലവാരം വെച്ച് ഇത് വെച്ച് അളക്കുമ്പോൾ ഈ സിനിമയുടെയൊക്കെ റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇതൊക്കെ ഈ സിനിമകളൊക്കെയാണ് തിയേറ്ററിൽ പോയി കാണേണ്ടത്. ഇതേപോലത്തെ പടങ്ങളാണ് കാണേണ്ടത്. ഇതാണ് യഥാർത്ഥ സിനിമകൾ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു നായകനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഫാൻ മൊമെൻറ്റ് അങ്ങനത്തെ ഒരുവിധം നല്ലതൊക്കെയാണ്, അതും കാണണം, അതുകൊണ്ട്. പക്ഷെ ഇങ്ങനത്തെ സിനിമകളും ആസ്വദിക്കുന്നതല്ല, ഇത് ഓരോരുത്തർ ഇഷ്ടങ്ങളുണ്ടാവും. പക്ഷെ ഇതേപോലത്തെ സിനിമകൾ കാണുന്നത് നല്ലതാണ്. അതാണ് ഇത്തരം സിനിമകളൊക്കെ എൻജോയ് ചെയ്യാനായിട്ട്, അത് ആസ്വദിക്കാൻ പോലും ഇങ്ങനെ ആരും തിയേറ്ററിൽ അങ്ങനെ ഇല്ലായിരുന്നു. അതാണ് വളരെ നല്ലൊരു പടത്തിന് ഇത്രയും ഒരു ഗതികേട് വരുമെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം വരും. അത്രേ ഉള്ളൂ ഈ സിനിമ. എന്താ പറയുക, നല്ല രീതിക്ക് തന്നെ ഈ സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു കൾട്ട് ക്ലാസിക് പടമാണ് ഇത്. കൾട്ട് ക്ലാസിക് എന്ന് തന്നെയാണ് സിനിമയെ വിശേഷിപ്പിക്കുന്നത്. അത്ര നല്ല സൂപ്പർ പടം, എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട പടം തന്നെയാണ് വിക്രമിൻ്റെ തങ്ക്ലാൻ എന്ന് പറഞ്ഞ സിനിമ. പിന്നെ ഇതിനകത്ത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് കൊമേഴ്ഷ്യലി അത് ആക്കാനുള്ള സ്കോപ്പീസ് ഇതിലുണ്ട്. എന്ന് വെച്ചാൽ ഒരു ആളുടെ തല വെട്ടിയിട്ട് ഇങ്ങനെ ബിൽഡപ്പൊക്കെ അടിച്ച് സ്ലോ മോഷനൊക്കെ അടിച്ച് നിൽക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും സംവിധാനം ട്രൈ ആയിട്ടില്ല. എൻ്റെ സിനിമക്ക് ഇത്രയും മതി, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്, എനിക്കിത് മതി, എനിക്ക് ആ ഒരു കൊമേഴ്ഷ്യലി വേണ്ട എന്നുള്ള വാശിയിൽ ചെയ്തൊരു സാധനം. പടം ചെയ്തത് ഇതായിട്ട് എനിക്ക് തോന്നി. വലിയ ബിൽഡപ്പ് സോങ്ങൊക്കെ ഇട്ട് ഇതൊക്കെ ഇട്ട് ഞാൻ സ്റ്റാറാണ്, ഞാൻ ആരുടെയും തല്ലുകൊള്ളാൻ പാടില്ല, അതൊന്നൊന്നുമില്ല. കഥാപാത്രം എന്ത് ചെയ്യുമോ അതേ ചെയ്യാൻ പാടുള്ളൂ, അതേപോലെ സംസാരിക്കാൻ പാടുള്ളൂ. വേഷങ്ങൾ വരെ ഒരു സ്ത്രീകൾ ധരിക്കുന്ന ഇതിൽ അവരുള്ളിൽ പോലും അങ്ങനെ ഒന്നിട്ടില്ല. കാരണം കഥാപാത്രത്തിൻ്റെ ഒരു റേഞ്ച് കഥാപാത്രത്തിന് ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി അവരതുപോലെ എല്ലാ ആക്ട് ചെയ്ത എല്ലാവരും പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. പിന്നെ എല്ലാം സൂപ്പർ പടം. ഇത് തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യും. ചിലവർക്ക് വർക്കാവും, ഞാൻ പറഞ്ഞു ചിലവർക്ക് വർക്കാവും, വർക്കാത്തവർക്ക് ഈ സിനിമ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. സംവിധാനം എന്താണ് നല്ല കിടിലായിട്ട് സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്, കണ്ട് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ എന്നാൽ ബൈ.